അമ്മ കുറച്ച് എയർ വിട്, ബോഡി ലൂസാക്കി വിടമ്മ. അങ്ങനെയല്ല, മറ്റേ ആ വടി കാണണം. ആണ്ടാ എന്നിട്ട് ചാരുന്നേ, ചിരിക്കി ഇങ്ങോട്ട് നോക്കി ചിരിക്കി. എടി നീ എന്തിനാടി ഇവിടെ നിർത്തി ഫോട്ടോ എടുക്കുന്ന? എനിക്കിത് പ്രൊഫൈൽ പിക്ക് ഇടാനാ. അതിന് വല്ല പച്ചപ്പൊക്കെ ഉള്ളടത്ത് നിർത്തി ഫോട്ടോ എടുക്കണ്ടേ, എന്നാലല്ലേ ഭംഗി വരുള്ളൂ. അച്ഛന് ഏറ്റവും പ്രിയപ്പെട്ടത് എന്തായിരുന്നു? ഈ കാറ്. അപ്പൊ ഈ കാറിന്റെ മുന്നിൽ നിന്നിട്ട് അമ്മയുടെ ഫോട്ടോ എടുക്കണം. അപ്പൊ അച്ഛന് ഭയങ്കര സന്തോഷാവും. ചിരിക്കി, പല്ല് കാട്ടി ചിരിക്കി. അമ്മ, അച്ഛന്റെ സ്വർണ്ണപ്പല്ലില്ലേ, അതെവിടെ വെച്ചിരിക്കണേ? അതിന്റെ ഫോട്ടോ കാണിച്ചു തരാം എനിക്ക്. അതെന്തിനാ? പ്രൊഫൈൽ പിക്ചർ ഇടാനാ? അതിനല്ല, ഇടയ്ക്കിടയ്ക്ക് നോക്കാലോ അച്ഛന്റെ ഓർമ്മക്ക്. അത് നീ കാണണ്ട. എന്റെ കണ്ണടയുന്നിടം വരെ ഈ സ്വർണ്ണപ്പിൽ ആരും കാണാൻ പോകുന്നില്ല. ഈ കണ്ണപ്പടയാനാണാവോ? നീ വല്ലതും പറഞ്ഞൂടി. അമ്മയ്ക്ക് ആയുസ് കിട്ടണെന്ന് പ്രാർത്ഥിച്ചതാ. എടുക്കട്ടെ? എടുത്തോ. എങ്ങനെ കേൾക്കണം? ആ സൈഡ് ഇരുന്നില്ലേ, ഇനി ഈ സൈഡ്. അമ്മ ഇങ്ങനെ നിക്കല്ലേ, പിന്നെങ്ങനെ? കുറച്ച് അങ്ങനെ നിക്ക്. അതന്നെ, ക്യാമറ നോക്കണോ? ആ ക്യാമറ നോക്കോ. ഈ ചീസ് എന്ന് പറഞ്ഞാൽ മതി. ചീസ്. ക്ലിക്ക്. അടിപൊളിയായിട്ടുണ്ട്. നല്ല ഫോട്ടോ ആണോടി? ഓക്കെ, കൊള്ളല്ലേ? പിന്നെ കാറിന്റെ ബാക്ക് ഫ്രണ്ട് കിട്ടണ്ട, വടി കിട്ടണം. അത് കിട്ടിക്കോ കിട്ടിക്കോ, അതൊക്കെ എനിക്ക് ഇഷ്ടാ. താഴെ നിൽക്കട്ടെ? താഴെ നിർത്തൂ. അപ്പൊ നമുക്കൊരു ഭീമാകാരത്വം തോന്നും. ഓക്കേ, ഞാൻ കലക്കും. സെൽഫി എടുത്താല? എടുത്തോ. ഇത് എന്റെ അമ്മ എന്ന് പറഞ്ഞ ക്യാപ്ഷൻ കൊടുത്തിട്ട് പോസ്റ്റ് ചെയ്യും. DP ഇടും, പ്രൊഫൈൽ പിക്ക് ഇടും, 2-3 സ്ഥലത്ത് ഇടും. ഈ കാറ് വരണം. കാറിടും. ഓ എന്റെ മോള്. ഉരുളട്ടങ്ങനെ ഉരുളട്ടെ, ഗ്യാസ് കുറ്റി ഉരുളട്ടെ. എന്തുവാണ് ഇത്? ഗ്യാസ് ഉരുട്ടിക്കൊണ്ട് വരണേ? അല്ലാതെ ഇത് ഗ്യാസ് കൊണ്ട് നടത്തി വരണ? വേണ്ട, നീ തോളത്തിട്ടിട്ട് ഇങ്ങനെ ഹൊയ് ഹൊയ് എന്ന് പറഞ്ഞ നടക്ക്. അപ്പച്ചി തോലത്തിട്ടോ ചെറുക്ക. ഇവിടെ തന്നെ മറ്റുള്ളവർ പറഞ്ഞ പോലെ നീ എന്റെ പേര് മെക്കിട്ട് തരാൻ വന്നണ്ടല്ല, സ്വഭാവം മാറും. നിർത്തടാ. ഇത് എവിടെ കൊണ്ടിരുന്ന? അമ്മ ഇവിടുത്തെ ഗ്യാസ് തീർന്നു പോയി. പുഷ്പ ഉടനെ ഇവിടുന്ന് ഫോൺ ചെയ്ത് മറ്റേ ഗീതയുടെ വീട്ടിൽ വിളിച്ചു പറഞ്ഞിട്ട് അവിടെ നിന്ന് എടുത്തോണ്ട് വരുന്നതാ. ആ കൂടത്ര ഗീതയുടെയോ? എത്ര ഗീത അറിയാം അമ്മയ്ക്ക്? ഡാ, നീ അവിടെ നിന്ന് ഇങ്ങോട്ട് ഉരുട്ടിയ പോലെ തിരിച്ചുരുട്ടിക്കോ. ഉരുട്ട്. എന്നാ അമ്മ ഈ പറയുന്നത്? അമ്മ ഗ്യാസ് തീർന്നു പോയി. ഇനി ബുക്ക് ചെയ്ത് പുതിയത് കിട്ടണമെങ്കിൽ ഒരാഴ്ച എടുക്കും. അതുവരെ പട്ടിണി കിടക്കാൻ പറ്റുമോ? അയ്യോ, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കട്ടൻ ചായ കുടിക്കാനുള്ളതാ. എടി കൊച്ചെ, ആ കൂടോത്രം ഗീത ഇതിനകത്ത് വല്ല കൂടോത്രം ചെയ്തിട്ടുണ്ടെങ്കിലോ? നമ്മൾ അതൊന്നും കത്തിച്ചാ അതെല്ലാം കൂടെ പൊട്ടിത്തെറിച്ചാലോ? അമ്മ, നമുക്കെന്നാ പുറത്ത് അടുപ്പ് കൂട്ടി പാചകം ചെയ്താലോ? അതാണ് ഐഡിയ. നിങ്ങൾ രണ്ടുപേരും കൂടെ പുറത്തു പോയി വിറക് വെച്ച് കത്തിച്ചോ. ഞാൻ ഇതുകൊണ്ട് അടുക്കളയിൽ കൊടുക്കാൻ പോവാ. ഇല്ലെങ്കിലേ അവൾ എന്നെ പഞ്ഞിക്കിടും. പാടാ, പിടിയടാ, ഉരുട്ടടാ. അമ്മ, ഗീത കൂടോത്ര ചെയ്തിട്ടുണ്ടെങ്കിലേ വീട്ടിലെല്ലാവർക്കും പണി കിട്ടൂലേ? എടി, നിന്റെ നാത്തോനെ നിനക്കിട്ടും എനിക്കിട്ടും മാത്രം പണിതരാൻ കൊണ്ടുവന്നാ. ചേച്ചി എനിക്ക് എന്നിട്ട് പണിയാൻ? എടി, നിന്റെ മോള് PSC പഠിക്കുമല്ലേ, അവള് നോക്കാൻ വേണ്ടി അവൾക്ക് കൂടോത്രം ചെയ്യാമല്ലോ. അങ്ങനെയൊക്കെ ചെയ്യൂ? അവളല്ലേ ആള്, അവൾ അതും ചെയ്യും, എൻ്റെ അപ്പുറം ചെയ്യും. അമ്പടി ചേച്ചി, അവൾ അങ്ങനത്തെ സാധനമാ. നമുക്കെന്നാലേ അടുപ്പത്തിട്ട് തന്നെ പൊരിക്കാമേ. അത് മതി. അല്ല, അടുപ്പ് കത്തിക്കണ്ടേ? എന്നാ നീ പോയി കത്തിക്കടി. അല്ല, ഞാൻ അടുപ്പ് കൂത്തില്ല, മുഖം കേടാകുന്നേ. നീയല്ലേ പറഞ്ഞ അടുപ്പ് കത്തിക്കാം, അടുപ്പത്ത് ഉണ്ടാക്കാന്നൊക്കെ നീ പറഞ്ഞിട്ട് ഇപ്പൊ നീ കത്തിക്കത്തില്ല. എനിക്ക് പറ്റില്ല. ഇതിപ്പോ ഐഡിയ ഇപ്പം നമ്മുടെ ആയി പോയില്ല. എന്നാ നീ വല്ല കടയിൽ പോയി തിന്നി, ഞാൻ വേണം. അല്ല അമ്മ ഊതോ, ഞാൻ പാത്രം കഴുകി തരാം. നീ എന്നെ അങ്ങനെ ഊതിക്കണ്ട കേട്ടോ. പോയി പറിച്ചു കൊണ്ടുവന്ന് കത്തിക്കോ, തിന്നോ, വേവിക്കോ, എന്തെങ്കിലും ചെയ്തു എന്നെ വിട്ട്. എന്റെ മുഖൊക്കെ കരിഞ്ഞു പോവും അമ്മ, കോംപ്ലക്ഷൻ പോവും. നീ നിന്റെ കാര്യം നോക്കി പോവണേ. എനിക്ക് അടുപ്പിൽ കിടന്ന് ഊതാനൊന്നും പറ്റില്ല. അതിന്റെ കാര്യം നോക്കി പോവാ. മാറ്.